ഹലോ. പിന്നെ വീടിന് പുറത്ത് കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നല്ല കാഴ്ചകൾ എന്ന് വെച്ചാൽ ചെടി തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെച്ചാൽ കുറച്ച് ചെടികൾ ഇപ്പോൾ പെയ്ത മഴയിലൊക്കെ നല്ല പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മേലെ ഈ വേലിയിൽ നിൽക്കുന്ന വള്ളികളൊക്കെ വന്ന് അങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ അതിൽ അതിനിങ്ങനെ വളരാൻ വിടാൻ പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അത് കണ്ട്. അപ്പം ശരി, എന്നാൽ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ വൃത്തിയാക്കുന്നതാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ അതെന്നെയും വീട്ടിൽ നിന്ന് കൊടുന്നതാട്ടോ. എൻ്റെ വീട്ടിൽ നിറയെ ചെടികളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ടെന്ന് വെച്ചതാട്ടോ. ഞാൻ വെച്ച വലിയ ചെടി, അതുകൊണ്ട് നാത്തൂൻ്റെ മോനെ കൊണ്ടാണ് വെപ്പിച്ചത്. അവൻ വെച്ച ഉടനെ നല്ലപോലെ പിടിച്ച് നല്ലപോലെ വളരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വള്ളികൾ അങ്ങനെ പാടത്തിൻ്റെ പുറത്തായതുകൊണ്ടാണെന്ന് അറിയില്ല, മൊത്തം അങ്ങോട്ട് വള്ളികളുടെ തല്ലാണ്. എന്തുതന്നെയാണോ എവിടെയൊക്കെ എത്തുമെന്നറിയോ, വള്ളികൾ ഇങ്ങനെ വരിക, നീണ്ടു വരുന്നുണ്ട്. അപ്പോൾ ഞാനതിന്ന് വൃത്തിയാക്കാൻ വേണ്ടി മെനക്കെട്ട് നിന്നു കേട്ടോ. അത്ര വലിയ പണിയൊന്നും എന്നറിയാമെങ്കിലും ചെടിൻ്റെ മേലെ നിൽക്കുന്നത് മാത്രം കേട്ടോ പറിച്ചെടുത്തത്. അപ്പം എനിക്ക് പണ്ട് മുതൽ ഈ ചെടിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇവിടുത്തെ ഉമ്മാക്ക് ഇഷ്ടമാണ് ചെടികളൊക്കെ, അപ്പം ഞാനിങ്ങനെ കൊടുന്ന് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് അതിന് മേത്തൊക്കെയാണ് വള്ളികൾ കയറി കൂടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പേര് കോഴിച്ചൂട്ടാന്നാണ് കേട്ടോ, കോഴിച്ചൂട്ട. അപ്പോൾ അത് കണ്ടോ പൂ ഇട്ടിക്കണ്. പൂ വന്ന് ഞാൻ വീഡിയോ അത് വൃത്തിയാക്കുമ്പോൾ കണ്ടില്ല, നോക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ കൊണ്ടുപോകുമ്പോഴാണ് ആ പൂവിനെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് നല്ലപോലെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ടാ. അപ്പോൾ അതാ കൊയ്യാക്കത്തിൻ്റെത് വെച്ചിട്ടുണ്ട്, അതും വരുന്നുണ്ട്. പിന്നെ വേറൊരു ചെടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നവംബർ മാസമൊക്കെ ആയാലേ ഈ വെള്ളപ്പാറ്റാന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ചെടികളിലും മരത്തിൻ്റെ ഇലകളിലും ഒക്കെ അങ്ങോട്ട് വന്ന് അടിഞ്ഞു കൂടും കേട്ടോ. നവംബർ, ഡിസംബർ, ജനുവരി ആ മാസങ്ങളിൽ അത് വരാറുണ്ട്. അപ്പോൾ അതിതാ ചീനിമുളകിലും പച്ചമുളകിൻ്റെ ചെടിയിലും കാന്താരിയുടെ ഇലയിലും ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരുമാതിരി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതാണ്. അത് പോവില്ല എന്നറിയാം, എന്നാലും ഒന്ന് തട്ടിക്കളഞ്ഞതാണ്. പിന്നെ അതാ കുമ്പളങ്ങയ്ക്ക് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളപ്പാറ്റൻ്റെ ഒരിത്. അവറ്റകളെ ഈ ചെടി ഇലയുടെ ബാക്കിൽ വന്ന് ഇങ്ങനെ പറ്റി നിൽക്കും, അതിലുള്ളതൊക്കെ തിന്ന് തീർത്ത് കേട് വരുത്താൻ വേണ്ടിയിട്ട് വരികയാണേ. അതാണ് സംഭവം. അപ്പം അതിൽ കണ്ടെന്നറിയാം, അങ്ങനെ ഇലൻ്റെ കളറ് കണ്ട മാറിയിരിക്കുന്നത്. അത് ഇതുകൾ വന്നിട്ട് ഇങ്ങനെ കയറി ഇരുന്നിട്ടും തിന്നിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് തട്ടിവിടാൻ നോക്കി, പക്ഷെ പോവില്ല അത് സംഭവം. പിന്നെ അതവിടെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ മരത്തിക്കാണ് കയറ്റി വിട്ടിക്കുന്നത്, മരത്തിൻ്റെ ചോട്ടിലാണ് വെച്ചത്. അപ്പോൾ അതാ അതിലൊരു കയറ് കെട്ടി അതിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറ്റാർവാഴ ഉണ്ട് കേട്ടോ. കറ്റാർവാഴ വന്നിട്ട് വീടിൻ്റെ പുറത്ത്, അതായത് റോഡിൻ്റെ ആ ഒരു സൈഡ്